മോളെ മോക്ക് മുത്തശ്ശി മുട്ടായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോ? ആ അതെ, അവർ രണ്ടുപേരും ഉറങ്ങിന് ശേഷം ഞാൻ മോക്ക് തരാം. അവർ മുമ്പിൽ വെച്ച് മോക്ക് തരാൻ പറ്റത്തില്ല. അവര് ഒരു പ്രാവശ്യം അത് കട്ടെടുത്തുന്നേ. മുത്തശ്ശി കൊണ്ടുവന്ന മിഠായിക്ക് അവർക്ക് വേണോ അത്രേ. മുത്തശ്ശി അവർക്ക് കൊടുക്കാതെ എനിക്ക് മുത്തശ്ശി അവരുടെ മുമ്പ് തന്നെ എനിക്ക് മിഠായി തരണം. ഓ ഇനിയിപ്പൊ അങ്ങനെ തരുന്നങ്ങാം അവരുടെ അമ്മ കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. അത് പിന്നെ മോന്റെ അടുത്ത് പറയും. പിന്നെ മോളുടെ വല്യച്ഛൻ മുത്തശ്ശിയെ വെറുതെ വിടുവോ? വെറുതെ മുത്തശ്ശിയെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അവന്റെ ചെലവിലല്ല മുത്തശ്ശിയൊക്കെ കഴിയുന്നേ. അവൻ പറയുന്നത് മുത്തശ്ശി കേട്ടേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഒരു മുമ്പെന്ന് എനിക്ക് തരാനാവില്ല. ഓ ഇത് വലിയ കഷ്ടമുണ്ട് മുത്തശ്ശി. എന്താ മുത്തശ്ശി മോളും കൂടി ഇവിടെ ഇരുന്ന് പറയുന്നേ? അമ്മേ അവളമ്മേ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ഭയങ്കര പിടിവാശിക്കാരിയാ. എന്താ ബുദ്ധിമുട്ട്? എന്റെ കൊച്ചുമോള് ജനിച്ചന്ന് നീ പോയതല്ലേ, അവളെ കൊണ്ടങ്ങ് ഇറ്റലിയിലേക്ക്. പിന്നെ ഇപ്പോഴല്ലേ വരുന്നത്. എന്റെ കൊച്ചിനെ ഞാനൊന്ന് സ്നേഹിച്ചോട്ടെ. അതുപോലെയാണ് മോളെ ഇത് മോളെ എന്റെ കയ്യിൽ കിട്ടുകയല്ലേ, ഞാൻ അങ്ങ് സ്നേഹിക്കട്ടെ ഒന്ന്. ഒരുപാട് സ്നേഹിക്കണ്ട അമ്മേ, അവളുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാത്തോണ്ടാ. നല്ല പിടിവാശിക്കാരിയാ. ഓ നിങ്ങളായി നിങ്ങളുടെ പാടായി. ഇപ്പോ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ലേ? ആ ചേച്ചി ചായ കൊണ്ട് വന്നോ? അമ്മയ്ക്ക് മുഖമുള്ളത് ഞാൻ കൊണ്ടുവരുമായിരുന്നല്ലോ. അല്ല നീ ഇവൾക്ക് ചായ എടുത്തില്ലേ? ആർക്കമ്മേ? എന്റെ പൊന്നൂസിന് നീ ചായ എടുത്തില്ലേ? ആ എടുത്തല്ലോ. നിങ്ങൾക്ക് രണ്ടുപേരും കൂടി ഇല്ല. അമ്മേ ഞാനും ചേച്ചിയും കൂടി ചായ കുടിച്ചതാ. ഓഹോ അപ്പൊ എന്റെ മോളെ നീ അടുക്കളയിൽ ഇരുത്തി ചായ കൊടുത്തല്ലേ? അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. പിന്നെ നീ എന്റെ മോളെ അടുക്കളയിൽ ഇരുത്തി ചായ കൊടുത്തു അല്ലേ? അവളെന്താ ഈ വീട്ടിലെ വേലക്കാരി വല്ലതുമാണോ? വല്ലപ്പോഴും എന്റെ മോൾ ഇങ്ങോട്ട് വരുള്ളൂ, അപ്പൊ അവളെ അടുക്കളയിൽ എടുത്തിട്ടാണ് ചായ കൊടുക്കുക? അയ്യോ അമ്മേ, ഞാനാ ചേച്ചിയെ നിർബന്ധിപ്പിച്ചത് നമുക്ക് രണ്ടുപേർക്കും കൂടി ഇരുന്ന് കുടിക്കാന്ന്. ഞാനും ചേച്ചിയും കൂടി ഇരുന്നിട്ടാ അടുക്കള ഇരുന്ന് ചായ കുടിച്ചത്. ഞങ്ങൾക്ക് കുറച്ച് വർത്തമാനമൊക്കെ പറയാനുണ്ടായിരുന്നു. ഓഹോ നീ അപ്പൊ അമ്മയെ കാണാൻ വന്നതല്ല, നിനക്ക് നിന്റെ നാത്തൂനാണ് പ്രധാനം അല്ലേ? പൊന്നു ചെറിയ വായല് വലിയ വർത്താനം പറയുന്നത് നിന്നോട് എപ്പോഴും ഞാൻ പറയാറുണ്ട്. വലിയവർ സംസാരിക്കുന്നേ കണ്ടില്ലേ? അതിനിടെ നിനക്കെന്താ കാര്യം? അമ്മേ ഈ ചായ കുടിക്കേ. ഓ എനിക്കൊന്നും വേണ്ട, എനിക്ക് ഇതിലേറെ സ്വാദിഷ്ടമായ ചായ ഉണ്ടാക്കാൻ അറിയാം. കാരണന്മാർക്ക് നല്ല കൈപ്പുണ്യ, അതുകൊണ്ട് ദൈവം എനിക്ക് തന്നു ആ കൈപ്പുണ്യം. ഓഹോ അങ്ങനെയാണോടി? അങ്ങനെ അമ്മേ ഇത് കുടിക്ക്. മോള് പറയുന്നത് കേട്ടില്ലേ, അടിപൊളി ചായയാണെന്ന്. അതെ അമ്മേ, എന്റെ ചായ അടിപൊളിയാണെന്ന് എല്ലാവരും പറഞ്ഞില്ലേ? ഇനി അമ്മയ്ക്ക് കുടിച്ചില്ലേ? ഇവിടെ എന്താ പ്രശ്നം? ഓഹോ എല്ലാവരും പറയുന്ന പോലെ നിന്റെ ചായ അടിപൊളിയാണെന്നാണോ നിന്റെ വിചാരം? നിന്നെക്കാളും നന്നായിട്ട് എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയാലോ. എന്നിട്ട് ഇത്രയും കാലം എന്റെ മുത്തശ്ശി എന്തുകൊണ്ടാണ് ഇവിടെ ചായ ഉണ്ടാക്കാതിരുന്നേ? അപ്പൊ അത് ശരി, അമ്മയുടെ ചായ ഒന്നും ഉണ്ടാക്കാറില്ലേ? പൊന്നാന്റി, നിങ്ങളുടെ അമ്മ അടുക്കള കേറലേ ഇല്ല. ഓ എന്തായാലും നിന്റെ അമ്മയെക്കാളും നല്ല അടിപൊളി ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്കറിയാം. ആണോ? എന്നാ മുത്തശ്ശി തെളിയിക്ക്. എന്തിന്? എന്താ മോളെ പറഞ്ഞു വരുന്നത്? തെളിയിക്കെന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷനോ? ആന്റി യു ഗോട്ട് ഇറ്റ്. യെസ്, ഒരു കോമ്പറ്റീഷൻ. ഞാനും അത് ചിന്തിച്ചു, ഒരു കോമ്പറ്റീഷൻ. ഏതായാലും കോമ്പറ്റീഷൻ വിൻ ചെയ്യുന്ന ആൾക്ക് എന്റെ വക ഒരു സമ്മാനമുണ്ട്. ഏയ് ഞാനൊന്നുമില്ല. പാചക മത്സരത്തിനോ? അതമ്മേ പാചക മത്സരം. അതെ മുത്തശ്ശിക്ക് ഏതായാലും മുത്തശ്ശിയുടെ കഴിവിൽ ഭയങ്കര കോൺഫിഡൻസ് അല്ലേ, ഒരു പാചക മത്സരം വെക്കാന്നേ. ഏയ് അമ്മേ, അമ്മേനെ കൂടെ ഞാൻ മത്സരിക്കില്ല. ഞാൻ മത്സരിക്കാനില്ല. കമ്മോൺ അമ്മേ, ട്രൈ ചെയ്ത് നോക്ക്, ജസ്റ്റ് ഒരു ഫണ്ണിന്. അമ്മേ അമ്മ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ലേ? അങ്ങോട്ട് വന്നേ. എന്റെ പൊന്നു മോളെ, ഈ മത്സരത്തിൽ ജയിക്കാൻ പോകുന്നത് നിന്റെ അമ്മ തന്നെയാ. പക്ഷേ അതിന് മുമ്പ് കുറച്ച് ബിൽഡപ്പ് ഇടണം. പറയാൻ കിട്ടുന്നില്ല. ചാടി കയറി മിസ് പറഞ്ഞാലേ നിന്റെ അമ്മയുടെ പേര് അങ്ങ് പോകും മോളെ. അപ്പൊ അമ്മേ ഞാനെന്ത് ചെയ്യണ്ടേ? അമ്മ നല്ലോണം നിർബന്ധിക്കണോ? അതിന് മുമ്പ് നിന്റെ മുത്തശ്ശി പാചക മത്സരത്തിൽ മിസ് പറയട്ടെ, എന്നെ അമ്മ പറയാം കേട്ടോ മോളെ? ഓക്കേ അമ്മേ. എന്തായിരുന്നു അവിടെ ഒരു സ്വകാര്യം? ഞാൻ മോളോട് പറയായിരുന്നേ അമ്മയ്ക്ക് മത്സരിക്കാൻ മടിയാണെന്ന്. എനിക്ക് തോന്നുന്നു മുത്തശ്ശി മത്സരിക്കാതെ തോറ്റു പോകുന്നുള്ള പേടിയുണ്ടെന്നാ. മുത്തശ്ശി പേടിയില്ല അല്ലേ മുത്തശ്ശി? മുത്തശ്ശിയുണ്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ. മോളെ അത് വേണോ? മുത്തശ്ശി യെസ് എന്ന് പറ, നാളെ കൊടുക്കല്ലേ? ആ ഞാനും പങ്കെടുക്കാം. അങ്ങനെ തന്നെ അമ്മേ, ഇത് കാർഡ് സ്പിരിറ്റിൽ എടുത്താൽ മതി. ആൾക്കാർ അമ്മ ചായ കുടിച്ചേ. മുത്തശ്ശി നമുക്ക് മത്സരം കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാനേ ആരുടെ ചായ കൂടുതൽ ബെറ്റർ. ആന്റി
പറ്റില്ല. ഞാൻ മുത്തശ്ശിയുടെ സൈഡാ. ആന്റിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നോക്കി ഏത് സൈഡ് നിൽക്കാട്ടോ. ആന്റിക്ക് അതൊരു പ്രശ്നമില്ല. മോള് മുത്തശ്ശിയല്ലേ, മോള് മുത്തശ്ശിയുടെ കൂടെ തന്നെ നിൽക്കണം. അത് അതിന് ശരി. ഓ, എന്റെ ഭാഗത്ത് നിൽക്കാൻ എന്തിനാ അവളുടെ സമ്മതം നീ ചോദിക്കുന്നേ? മുത്തശ്ശി, I like ആന്റി. She is so innocent. I like her. എന്ന് വെച്ചാ എനിക്ക് ആന്റി ഒരുപാട് ഇഷ്ടപ്പെട്ടോന്നെ. ആന്റി ഒരു പാവാണെന്ന്. ഓ അമ്മേ, ഈ ചായ ഒന്ന് കുടിക്കാൻ പറ്റുമോ? നിങ്ങളെ മുത്തശ്ശി മോള് ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുന്ന നേരമൊക്കെ ഞാൻ ഈ ചായ പിടിച്ചോണ്ട് നിൽക്കുവാ. ഒന്ന് വാങ്ങിക്കമ്മേ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ മോളെ. മുത്തശ്ശി, please. ഓ, ഈ കൊച്ചിനെ കൊണ്ട്. അല്ല, മുത്തശ്ശിക്ക് വേണമെങ്കിൽ ഞാൻ കുടിക്കാലോ. ആക്ച്വലി ഞാൻ പഠിച്ചിട്ടില്ല എന്താണെന്നറിയോ, ആരെങ്കിലും നിർബന്ധിച്ചിട്ടല്ല നമ്മൾ കഴിക്കേണ്ടത്. നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം കഴിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് അത് ഇഷ്ടപ്പെടില്ല. നമ്മുടെ ബോഡി ഇഷ്ടപ്പെടാത്തൊരു വസ്തു എങ്ങനെ നമ്മൾ കഴിക്കുക? അല്ല മോളെ, ഞാൻ ഒരുപാട് പഠിച്ചതാ, പക്ഷെ ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടില്ലല്ലോ. ആ, അതെങ്ങനെ കേൾക്കാനാ? ഈ മുത്തശ്ശി ഇത്രയും കാലം എന്റെ അമ്മയുടെ ചായ കുടിച്ചതായിരുന്നു. ഇപ്പൊ നിങ്ങളൊക്കെ കണ്ടപ്പോ ചായ വേണ്ടാത്ര. ഇനി കുടിക്കണ്ട, ഇനി മുത്തശ്ശി തന്നെ വെച്ചോളം ചായ. ഇനി എന്റെ അമ്മ നിങ്ങൾക്ക് ചായ ഉണ്ടാക്കി തരാൻ പോകുന്നില്ല. അയ്യോ മോളെ, നീ എന്തിനാ മുത്തശ്ശിയുടെ കയ്യിൽ ചായപത്രം വാങ്ങിയത്? ഓ, അങ്ങനെയാണോ? അപ്പോ നിന്റെ ഭാഗത്ത് ശരിയുണ്ട്. ഓ, എന്താ ഇവരെന്താ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ചായയൊക്കെ തട്ടിപ്പറിക്കുന്നേ? അല്ല, അമ്മയ്ക്ക് ഞാൻ കുറെ നേരമായി നീട്ടുന്നു. ഇപ്പോഴമ്മ വാങ്ങിയത്. അതും ഒരു പോയിന്റാണ്. മോള് പറഞ്ഞാലും കാര്യമുണ്ട്. ഈ ആയാ മിനി മോള് പറഞ്ഞാലും കാര്യമുണ്ട്. അല്ല, എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, ഞാൻ പോകുന്നു കേട്ടോ. മുത്തശ്ശിക്ക് ചായ വേണമെന്നുണ്ടോ? വേണമെങ്കിൽ ഞാൻ തരാട്ടോ. പിന്നെ നമുക്ക് കോമ്പറ്റീഷൻ വൈകുന്നേരം തന്നെ ആക്കാട്ടോ. അടിപൊളി ചായ. വാവ്, ആയിട്ടുണ്ടമ്മേ. ഇന്നെന്ത് സ്പെഷ്യൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ? ഇന്ന് ഭയങ്കര ടേസ്റ്റ് ആണല്ലോ. നീ കൂടെ നടന്നേ. മുത്തശ്ശി, എന്തോന്ന് ക്യാരക്ടർ ഇവന്റേത്? എനിക്ക് തീരെ ഇഷ്ടമല്ല ഈ മിനിയെ. ഓ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ എന്തിനാ അവരുടെ മുന്നിൽ നിന്ന് എന്നെ പാചക മത്സരത്തിൽ പ്രേരിപ്പിച്ചത് മോളെ? മുത്തശ്ശിയല്ലേ പറഞ്ഞത് നന്നായിട്ട് കുക്ക് ചെയ്യുന്നേ, അതുകൊണ്ടന്നെ. ഓ, എനിക്ക് ഏതായാലും അവളെ കൈ നന്നായി ഉണ്ടാക്കാനൊന്നും അറിയില്ല. അപ്പൊ മുത്തശ്ശിയല്ലേ പറഞ്ഞത് അവരൊക്കെ നന്നായി ഉണ്ടാക്കാൻ അറിയാമെന്ന്? വെറുതെ പറഞ്ഞതായിരുന്നല്ലേ? ഷിറ്റ്, നാണം കെടുത്താനായിട്ട്. മോളെ, നീ അങ്ങനെ പറയരുത്. പിന്നെ മുത്തശ്ശി പിന്നെ എന്തിനാ കഥ പറയാൻ തന്നെ? അറിയില്ലെങ്കിൽ അറിയില്ല പറഞ്ഞ പോലെ. ഓ, അപ്പൊ അങ്ങനെ പറയാൻ തോന്നി മോളെ. നീ എന്നെ വല്ലാത്ത പെടുത്തപ്പെടുത്തിയത്. ഓ, പോരാത്തതിന് മിനിയുടെ ഷോ കാണാൻ വയ്യ. മിനിന്റെ ഷോ അങ്ങനെ പറഞ്ഞ എന്താ മോളെ? മനസ്സിലായില്ല. ഓ, എന്റെ മുത്തശ്ശി, മിനി കാട്ടിക്കൂട്ടി കാര്യങ്ങളൊക്കെ കണ്ടിരിക്കാൻ വയ്യ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചേ. അന്ന് മുത്തശ്ശിക്ക് പറഞ്ഞ മനസ്സിലായില്ല. ഓൾഡ് ജനറേഷൻ. ഓ, എന്തായാലും മോളെ, നീ എന്നെ വല്ലാത്ത പെടുത്തപ്പെടുത്തിയത്. എനിക്കൊരു കുന്തം ഉണ്ടാക്കാൻ അറിയത്തില്ല അവളെ പോലെ. അവൾക്ക് നല്ല സ്റ്റൈലിൽ സാധനങ്ങൾ ഉണ്ടാക്കാൻ അറിയാം. ഇനി എന്ത് ചെയ്യും മുത്തശ്ശി? മത്സരം തോറ്റുപോയ നാളെ കിടും ആ മിനിയുടെ മുന്നില്. അതെ, എന്ത് ചെയ്യാനാ? ഞാൻ ഇല്ലാന്ന് പറഞ്ഞതായിരുന്നല്ലോ. മോളല്ലോ ഒക്കെ കൊളാക്കിയത്. ഓ, പറ്റിപ്പോയി മുത്തശ്ശി. അതിനാണെങ്കിൽ എന്റെ കയ്യിൽ ഐഡിയ ഉണ്ട്. ബട്ട് അതൊരു ചതിയായിരിക്കും. അങ്ങനെ പറഞ്ഞ മോളെ, എങ്ങനെ ചതി? അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്റെ കയ്യിൽ ഐഡിയ ഉണ്ട്. ഓ, ഞാൻ ജയിക്കും അതിലേ. പ്രതീക്ഷിക്കാം.